ഒരുപാട് പേര് നമ്മുടെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളിത് പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും പോരായ്മ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് അതിനുള്ള ഒരു മറുപടിയാണ് ഇവിടെ തരുന്നത്. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്കിവിടെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ഗ്രിവലൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മിസ്ലീഡിങ് ആഡ്സ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ ടി വിയിലൂടെ ആയാലും റേഡിയോയിലൂടെ ആയാലും മറ്റേത് മാധ്യമങ്ങൾ, പത്രത്തിലൂടെ ആയാലും ഏത് മാധ്യമങ്ങളിലൂടെ നമ്മളെ ഓൺലൈൻ വഴി ആയാലും വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാം. ഈ ദാഖിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ കൺസ്യൂമർ നോളജ് ബേസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്കാണ്. ഇത് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ആധാറിന് ക്ലിക്ക് ചെയ്ത് ആധാറിനെ കുറിച്ചുള്ള എത്ര സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത്